Question number 3. See, the refractive index of a material of glass is √3. The angle of minimum deviation is equal to angle of prism. What is the angle of prism? അപ്പോൾ angle of minimum deviation D is equal to A. Refractive index √3 ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് മിനിമം ഡീവിയേഷനിൽ സൈൻ A + D/2 ഡിവൈഡ് ബൈ സൈൻ A/2 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ സൈൻ എയും ഡിയും സെയിം ആയതുകൊണ്ട് A + A/2 ബൈ സൈൻ A/2. സോ ഇവിടെ നമുക്ക് √3 is equal to സൈൻ A + A/2. അപ്പോൾ നമുക്കതിനെ 2A/2 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ A + A ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് കിട്ടുക 2A ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് A തന്നെയാണ് നമുക്ക് കിട്ടുക. പക്ഷേ ഞാൻ അതിന് എങ്ങനെ എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ 2 × A/2 എന്ന് എഴുതുന്നു. അത് എന്തിനാണ് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. ഡിവൈഡഡ് ബൈ സൈൻ A/2. അപ്പോൾ സൈൻ ഈ A/2 ഒരു ആംഗിളാണെന്ന് അസ്യൂം ചെയ്യുക. A/2 ഒരു തീറ്റ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ സൈൻ 2θ, ഡിനോമിനേറ്ററിൽ സൈൻ θ. അപ്പോൾ സൈൻ 2θ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ √3 is equal to സൈൻ 2θ എന്ന് പറയുന്നത് 2 sin θ cos θ. സൈൻ 2θ is equal to 2 sin θ cos θ. അപ്പോൾ 2 sin A/2 cos A/2 ഡിവൈഡഡ് ബൈ സൈൻ A/2. അപ്പോൾ സൈൻ A/2 ക്യാൻസൽ ചെയ്തു. 2 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ √3/2 is equal to cos A/2. √3/2 is equal to cos A/2. √3/2 കോസിന് വരണമെങ്കിൽ ആംഗിൾ ഇസ് 30. അപ്പോൾ A/2 is equal to 30. So A is equal to 60. So that is option 2 is the right answer. Question number 3, option 2 is the right answer.